അങ്ങെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? ജീവിക്കും. നീ രക്ഷപ്പെടാൻ പോവാ. അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ഇവനെ എവിടെ ഒതുക്കിയോ അതിനകത്തുനിന്ന് അവൻ പുറത്തു വരട്ടെ. ഈ രാവിലെ അവൻ പുറത്തു വരട്ടെ. ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന. രക്ഷപ്പെടത്തില്ലോടാ? രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? നീ അറിയില്ല. പേര് പറ. ഹരി ഹരി ഹരിപ്രസാദ്. കൊച്ചേ, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോവാ. നീ ആള് മാറാൻ പോവാ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ നിന്റെ വീട്ടിലുണ്ട്. ആ പ്രാർത്ഥന ദൈവത്തിന്റെ അടുത്തുണ്ട് താനും. നിന്നെ കുരുക്കാൻ നോക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അത് പൊട്ടി മാറാൻ വേണ്ടി തുടങ്ങുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്തെന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഈ ഹരിപ്രസാദിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹിച്ചൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു ഇല്ലയോ? എന്തിയാ അവള്? വീട്ടിലുണ്ട്. പിള്ളേരുണ്ടോ? ഒരാളുണ്ട്. ഓട്ടോ ഓടിക്കുമോ? അല്ലയോ? കുടിക്കുമോ? ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? ജീവിക്കും. നീ രക്ഷപ്പെടാൻ പോവാ. നിന്റെ സ്ഥിതിയെല്ലാം അങ്ങ് മാറാൻ പോവാ. ഇവന്റെ അടുത്ത് വരണം. ഇവൻ ഒറ്റയ്ക്കല്ല, ഇവന്റെ കൂടെ ഒരു സ്പിരിറ്റ്. എടാ, എത്ര വർഷമായിട്ട് ഇത് കൂടെ ഉണ്ട്? എത്ര വർഷമായി? 13 വർഷമായിട്ട് ഒരാൾ കൂടെ ഉണ്ട് അല്ലയോ? ഇന്ന് രാവിലെ ആ സ്പിരിറ്റ് നിന്റെ ശരീരത്തിൽ നിന്ന് പോകും. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവാ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നെ ജീവിക്കാൻ വിടാത്തൊരു ശക്തിയാത്. ഇടക്കിടക്ക് നിന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യും. അതിൽ നിന്ന് മാറാൻ ഒത്തിരി ശ്രമിച്ചിട്ട് നിനക്ക് പറ്റുന്നില്ല. ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ അത്ഭുതം. കൊച്ചേ, എനിക്ക് മരിക്കണമെന്നുണ്ടോടാ? മരിക്കണമെന്നുണ്ടോ? ചാവത്തില്ല നമ്മള്. നിന്റെ അപ്പം പോയില്ലേ? മരിച്ചില്ലേ? എത്ര നാളായി? 4 വർഷമായി. അപ്പം മരിച്ച പോലെ ഇവനെ കൊണ്ടുപോകാനൊരു സ്പിരിറ്റ് വന്നേക്കുന്നതാണ്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ സ്പിരിറ്റ് പൊട്ടിപ്പോ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും അല്പനിമിഷം ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. അടൽപ്രഭന ഹഡഗജനക സംഭരാധന രേധകനഘടക ശൈഡപ്രഭ നികൽക്കമനകസിയ. നീ ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോയോ? നിന്നെ ദൈവത്തിന് വേണം. നീ യേശുവിന്റെ ആളാവും. നിന്റെ ചേട്ടൻ ഒരു സുവിശേഷനാവും. ചേട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടന്നു. പക്ഷെ ചേട്ടന്റെ കല്യാണം നടക്കാൻ പോവാ. മോനെ, ശ്രേഷ്ഠമായൊരു വിവാഹം നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. നമ്മളെല്ലാം കൂടെ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പോവാന്നേ. ഇവൻ ഇന്ന് രാവിലെ സൗഖ്യമാകേണ്ടതിന്. കുഞ്ഞെ, നീ കണ്ണടച്ചോ. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. മോനെ, മോനിഷെ, ഇവനെ ഒന്ന് കൈവച്ചൊന്ന് പിടിച്ചോ. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇവന്റെ മേൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഒന്ന് പൊട്ടിപ്പോകട്ടെ. ഉടൽ പ്രവനക സംബരാധന. ഇത്രയും ദൈവമക്കൾ ഒരുമിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇന്ന് രാവിലെ പൊട്ടാത്ത സകല ബന്ധന സുത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇവന്റെ അകത്ത് കടന്നു കയറിയ എല്ലാ ദുഷ്ടശക്തിയോട് യേശുവിന്റെ നാമത്തിൽ സംഗനി ഹടപ്രവലിയ രേതകനഘടക ശബ്ദരഹ യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ കുടികൊള്ളുന്ന പൈശാചിക സ്പിരിറ്റ്, ഇവനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരം വിട്ടുമാറാ. എല്ലാരും കൂടെ കൈയടിച്ച് ആദരം തുറന്ന യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിര. ഈ കൊച്ചിന്ന് രാവിലെ സ്വതന്ത്രമാകാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. എല്ലാരും
പ്രാർത്ഥിച്ചേ, എല്ലാരും പ്രാർത്ഥിച്ചേ. മനുഷ്യ ഇവനെ ചേർത്ത് പിടിച്ചോണം, പ്രാർത്ഥിച്ചോണം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചോണം. ഈ കൊച്ച് അതുകൊണ്ട് പോകാത്ത സ്ഥലമൊന്നുമില്ല. കർത്താവിനോട് പറയുക, ആ ശക്തി ഇവനെ നിയന്ത്രിക്കുന്നതാണ്, ആ ശക്തി അവനോട് മിണ്ടുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവനെ ജീവിക്കാൻ വിടാത്ത, ഇവനെ സ്വസ്ഥതയോടെ വിടാത്ത ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ. കൈയടിച്ച യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ചേർന്ന് ഇവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന സ്പിരിറ്റിനോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ പറയുക, ഇവൻ യേശുവിന്റെ വകയാ, ഇവൻ യേശുവിന്റെ വകയാ, ഇവൻ യേശുവിന്റെ വകയാ. ഇവൻ ഒരു സ്ഥലത്തും ജോലി ചെയ്യാൻ സമ്മതിക്കാതെ, ഇവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത എല്ലാ സ്പിരിറ്റുകളും ഇവന്റെ ശരീരം വിട്ട് പൊട്ടിപ്പോ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. ഇവനെ എവിടെ ഒതുക്കിയോ അതിനകത്തുനിന്ന് അവൻ പുറത്തു വരട്ടെ. ഈ രാവിലെ അവൻ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇനി ഒരിക്കലും ഇവന്റെ ശരീരത്തിൽ വരരുത്. ഇവൻ യേശുവിന്റെ വകയാ, ഇവൻ യേശുവിന്റെ വകയാ, ഇവൻ യേശുവിന്റെ വകയാ. മക്കളെ, ഈ സിനിമാ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 7 വർഷമായി, 7 മാസമായി. എങ്ങും നിർത്തത്തില്ലല്ലേ? ഇല്ല. എവിടെ പോയാലും നിന്നെ നിൽക്കാൻ സമ്മതിക്കാത്ത ഒരു സ്പിരിറ്റ് നിന്റെ മണ്ടയ്ക്കുണ്ട്. ഇത് നിന്നോട് സംസാരിക്കൂ. എങ്ങനെയാ നിനക്കിത് മനസ്സിലാവുന്നേ? തള്ളിടും. ഇങ്ങനെ ആട്ടും, പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ചെറുപ്പക്കാരനായി പറയുന്ന കേൾക്കില്ലേ കൊച്ചേ? അങ്ങനെ അനുഭവമുള്ള ഒത്തിരി മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ദൈവം വിടുവിച്ച. ഇന്നലെ മോനെ, നിന്റെ പേര് കൃഷ്ണപ്രസാദ് അല്ലേ? കൃഷ്ണപ്രസാദ് അല്ലേ? നീ ഹരിപ്രസാദ്. കൃഷ്ണപ്രസാദെ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്നെ തള്ളിയിടുന്ന, നിന്നെ ആട്ടുന്ന ആ സ്പിരിറ്റ് പൊട്ടിപ്പോകാൻ തുടങ്ങുക. ഇന്ന് തൊട്ട് നിന്റെ അകത്ത് യേശുവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന നാമത്തെ ഒരുമിച്ചൊന്ന് വിളിച്ച് കർത്താവിനോട് പറയുക, ദൈവത്തിന്റെ ശക്തി ഈ കൃഷ്ണപ്രസാദും ഈ ഹരിപ്രസാദും. നാളെ തൊട്ട് നിന്റെ ജോലി സ്ഥലത്ത് പോകുമ്പോ നിനക്ക് മനസ്സിലാവും, ആ വന്നയാൾ നിന്റെ കൂടെ കാണത്തില്ല. ഇല്ല, ഇനി നിന്റെ കൂടെ വരുന്നത് യേശുവാണ്, വേറെ ആരും നിന്റെ കൂടെ വരത്തില്ല. യേശുവിന് വേണ്ടി ജീവിക്കുമല്ലോ. നിന്റെ കല്യാണം നടക്കും. 2026 നിന്റെ വിവാഹം നടക്കും. അനിയൻ കെട്ടിയപ്പോ സങ്കടമായിരുന്നോ? ചെറിയ സങ്കടം, സാരമില്ല കേട്ടോ. അവൻ ഭയങ്കര മിടുക്കനാണ്. ഇടാ, രക്ഷിക്കപ്പെടണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ചെയ്യത്തില്ലയോ? നിന്റെ എവിടെ അങ്ങനെ സ്ഥലം എവിടാ? തൃശ്ശൂന്ന് വന്ന ഒന്ന് കൈയടിച്ച് ദൈവത്തിന് സ്വോത്രം പറഞ്ഞോ. മക്കളെ, കൃഷ്ണപ്രസാദും ഹരിപ്രസാദും യേശുവിന്റെ ആളുകളായിട്ട് മാറും. നിങ്ങളുടെ അച്ഛനെ കൊണ്ടുപോയ അതേ ശക്തി അവനെ കൊണ്ടുപോകാനുണ്ട്. പക്ഷെ വന്നത് ആരാധിക്കുന്ന സ്ഥലത്താ, വന്നത് യേശുവിനെ വിളിക്കുന്ന സ്ഥലത്താ. അതുകൊണ്ട് ഒരു ശക്തിയും നിന്നെ കൊണ്ടുപോകുകയില്ല. മക്കളെ, വളരെ ഗംഭീരമായിട്ട് നിന്റെ വിവാഹം നടക്കും. അതിനുള്ള കാര്യങ്ങൾ നീ ഒരുക്കാൻ പോവാ. നിന്റെ ഒരു വലിയ ആഗ്രഹം കൂടെ, നിനക്ക് ഈ ശക്തി പോയിട്ട് വേണം നിനക്ക് കല്യാണം കഴിക്കാൻ. ശരിക്കും അല്ലയോ? എടാ, ഇനി അത് വരത്തില്ല, ടെസ്റ്റ് ചെയ്തോളുക. എന്നോട് കർത്താവ് പറഞ്ഞ ഇനി അത് വരത്തില്ലെന്ന്. നിങ്ങളുടെ കൈയടിച്ച ദൈവത്തിന് ഉറച്ചൊരു നന്ദി പറഞ്ഞ് ആ 2 കരങ്ങളും അടിച്ച് കർത്താവിന്